ശ്രീ പാണ്ഡ്യാല ഷാജി വിഷലിപ്തമായ പ്രചരണം നടത്തുന്നത് കൊണ്ട് കീടം എന്ന് വിളിച്ചു, അതിലെന്താണ് കുഴപ്പം എന്ന രീതിയിലാണ് ഇപ്പോൾ CITU നേതാവ്, ചർച്ചയിൽ പങ്കെടുക്കുന്ന CITU നേതാവ് പറഞ്ഞ് വച്ചിരിക്കുന്നത്. ഈ പാട്ടപ്പിരിവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, അത് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കാം. യെസ്, ഇതാണ് ഇവരുടെ സമീപനം, നിലപാട്, അതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. മിസ്റ്റർ നമ്പ്യാർ, സത്യത്തിൽ എന്താ പറഞ്ഞാൽ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ CITUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നല്ല, അദ്ദേഹം അതാണ്. പക്ഷേ ഇത്രയും മോശമായ രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ ഇയാളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ട്രേഡ് യൂണിയൻ്റെ ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? നോക്കൂ, നിങ്ങൾ ഈ സമരത്തിൻ്റെ അകത്ത് പിന്നെ പങ്കെടുക്കുക, സമരത്തോട് ആഭിമുഖ്യമുള്ളവർ ആരാണെന്നതാണ് പ്രാഥമികമായ ചോദ്യം. എനിക്ക് മുൻപ് വളരെ വിശദമായി സംസാരിച്ച BJPയുടെ മിസ്റ്റർ രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ BJP ആണ്. പക്ഷെ BJP ആയിട്ട് ഞങ്ങൾ പോലും ഈ സമരത്തിന് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എന്താണ്? അത് അധ്വാനിക്കുന്ന മനുഷ്യന് മാന്യമായി വേതനം കിട്ടുക എന്ന് പറയുന്ന വളരെ സത്യസന്ധമായ ഒരു ഇടപെടലിന്റെ ഭാഗമാണത്. ആ ഇടപെടലിനോട് പ്രതികരിക്കുന്നതിന് പകരം ഞങ്ങളുടെ വഴി മാത്രമേ ഇത് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എവിടുത്തെ CITUവിന്റെ നേതാവാണ്? ഇവിടുത്തെ CITU നേതാവ് ഈ CITU എന്ന് പറഞ്ഞാൽ ഇതാണോ? ഇതാണ് ഇയാളോട് ഇത് പറഞ്ഞു കൊടുത്തത്. ഇത് ഇവർക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഇത് മുഴുവൻ തന്നെ പാർട്ടി നിയന്ത്രണത്തിന് വിധേയമായി നിൽക്കുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമാണ്. ഒരു CITU എന്ന് പറഞ്ഞാൽ, ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്, ഞാൻ കണ്ട ഏറ്റവും വലിയ CITUവിന്റെ നേതാവ്, എക്കാലത്തെയും വലിയ CITUവിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ C കർണാടനാണ്, രണ്ടാമതിന്റെ തലശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത് PV കുട്ടിയാട്ടനാണ്. അങ്ങനെ ഒരുപടി CITUവിന്റെ പ്രഗത്ഭന്മാരായിരിക്കുന്ന ആളുകളെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ഞാൻ. അവർ തൊഴിലാളിയോട് എടുക്കുന്ന ഒരു നിലപാടിന്റെ വിഷയമുണ്ട്. ഇത്രയേറെ ദാർഢ്യവും അഹങ്കാരവും വെച്ച് കൊടുത്തിട്ട് അവിടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന മിനി എന്ന് പറയുന്ന ഇതിലെ ഒരു വനിതാ സഖാവ് അല്ലെങ്കിൽ വനിതാ നേതാവ്, ആ നേതാവിനെ ആക്ഷേപിക്കാൻ ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത്? ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത്? ഈ അധികാരം കൊടുക്കുക എന്നുള്ള ചോദ്യത്തിന്റെ വിഷയം കിടക്കുന്നത് എവിടെയാണെന്ന് അറിയുന്നത്? ഇത് ഏറ്റവും മ്ലേച്ഛമായി ഈ ഭാഷയുടെ ഉപയോഗിച്ചത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അയാളിൽ നിന്ന് പഠിച്ചിരിക്കുന്ന ഭാഷയാണിത്. മറ്റല്ലാതെ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാവും ഇത്ര ആഭാസകരമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന ചരിത്രം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ ഭാഗമായിട്ടില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഏത് സംഭവത്തെയും വർഗപരമായി കാണുന്നതിന് പകരം അല്ലെങ്കിൽ മാനുഷികമായി കാണുന്നതിന് പകരം തന്നിഷ്ടപ്രകാരം കാണുക. തന്റെ ഇഷ്ടങ്ങൾ തന്റെ താല്പര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറയാവുന്ന ദാർഢ്യം. ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ സാംക്രമിക രോഗം പകർന്നത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്, ഹർഷകുമാറിന് കിട്ടിയത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. അടിവരയിട്ട് ഞാൻ പറയാം, അയാളുടെ ഭാഷ ഞാൻ പറയട്ടെ. ഈ കേരളത്തിനകത്തെ കലാലയങ്ങൾ മുഴുവൻ തന്നെ ഇത്രയേറെ അക്രമാസക്തമാക്കി തീർക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ഞാൻ ക്ഷുഭിതരായിട്ട് ചോദിക്കുന്നത്, ഞാൻ ഒരു തെറ്റില്ലാത്തൊരു SFIയുടെ നേതാവായ ആളാണ് ഞാൻ. ആരാണ് ഉണ്ടാക്കിയത്? SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തിയാണ് അവിടെ നടത്തിയ പ്രസംഗമില്ലേ? നിങ്ങൾ തുടർന്നത് ഇനിയും സഹിഷ്ണുതയോടെ തുടരുക, അല്ലേ? അടിച്ച് തലവെട്ടിക്കൽ മാത്രമല്ല ദളിത് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയോട് പറഞ്ഞാണ്, കുട്ടിയോട് പറഞ്ഞാണ്, നിനക്ക് ഞാൻ തന്തയില്ലാത്ത കുഞ്ഞിനെ തരുമെന്ന്, അല്ലേ? നിഷ്കപടമായ രാഷ്ട്രീയ പ്രവർത്തനല്ലേ? ഉളുപ്പിട്ടോ ഇടപെട്ട് ന്യായീകരിക്കാൻ? എന്താ ഞാൻ പഴയ SFIക്കാരനോട് പറയുന്നത്? അത്ര വൈകാരികമായിട്ടാ പറയുന്നത്. ആരവടുക്കൽ തെരുവിളിക്കാരും എന്ത് തെമ്മാഴത്തും വിളിച്ചു പറയാണ്ടായിരിക്കുന്ന ഒരു ദാക്ഷ്യം ഉണ്ടായിത്തീരുക. പിന്നെ പാട്ട വിളിക്കുക. ഞാൻ ഈ പറയുന്ന വിളിച്ചിരിക്കുന്ന സഖാവിനോട്, ഞാൻ CITU സഖാവിനോട് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ CPMന്റെ സ്ഥാനാർത്ഥി, അല്ലേ? എത്രയാ വോട്ട് കിട്ടിയത്? 350 വോട്ടല്ലേ കിട്ടിയത്, അല്ലേ? 350 വോട്ടല്ലേ കിട്ടിയത്, അല്ലേ? 1964 മുതൽ 2025 വരെയുള്ള കാലയളവിനകത്ത് ഉണ്ടാക്കിയത് 350 വോട്ട്. ലജ്ജിക്കണ്ടേ, അല്ലേ? പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന മരിച്ചുപോയ സീതാറാം യെച്ചൂരി ജീവിതത്തിൽ ഇന്നേ വരെ അദ്ദേഹം അരിവാൾ ചുരുക നക്ഷത്രം അവിടെ വോട്ട് ചെയ്തോ? ബസവപ്പുനിയെ ഭരിച്ചു ചെയ്തോ? സുന്ദരയെ ഭരിച്ചു ചെയ്തോ? BTR ഭരിച്ചു ചെയ്തോ? നിങ്ങൾ ആരെയാണോട് ആക്ഷേപിക്കുന്നത്?
ഈ ആക്ഷേപിക്കുന്നത് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ എന്തും വിളിച്ചു പറഞ്ഞ് നിങ്ങളെപ്പോഴത്തെ ആളുകൾ അതിനെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്താ അറിയോ ഇതെല്ലാം കണ്ടും കേട്ടും അറിയുന്ന ഒരു ജനത ഇവിടെ വളർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യരുടെ വളർന്നു വരുന്നുണ്ട്. ആ മനുഷ്യരുടെ വികാരം എന്താണെന്നറിയോ? ഈ സമരത്തിനോടൊപ്പമാണ്. നിങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. ഈ മനുഷ്യർക്കൊപ്പമാണ്. കാരണം അതിനകത്ത് സഹനമുണ്ട്, അതിനകത്ത് സങ്കടമുണ്ട്, അതിനകത്ത് കണ്ണീരുണ്ട്, വേദനയുണ്ട്. ഒപ്പം എന്തുണ്ടെന്നറിയോ? ഒടുങ്ങാത്ത പോരാട്ട വീര്യമുണ്ട് അതിനകത്ത്. ഈ ഒടുങ്ങാത്ത പോരാട്ട വീര്യത്തിന് മുമ്പ് ഈ പോരാട്ട വീര്യത്തെ നിങ്ങളുടെ ദാർഢ്യം കൊണ്ട് മറികടക്കാമെന്ന് പറയുന്നത് വാസ്തവത്തിൽ വിഡ്ഢിത്തമാണ്. സമരം ജയിക്കുമോ നോക്കുമെന്ന് രണ്ടാമത്തെ വിഷയം, അതല്ല വിഷയം. പക്ഷേ കേരളം ചർച്ച ചെയ്തു. ഞാൻ വീണ്ടും കൂടെ ആവർത്തിക്കുന്നു, CITU-കാരനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ തൊഴിലാളിയാക്കണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സമരത്തിൽ നിങ്ങൾ മുദ്രാക്കി പിടിക്കോ? 233 രൂപ ശമ്പളം വാങ്ങുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് അതിന് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് ആവട്ടെ എന്താണ്, അതൊന്നും തന്നെ ഒരു സാധാരണ ജീവിതത്തിനകത്ത് പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്ത സംഭവം ഉണ്ടായിത്തീരുക. അതിന്റെ ഫലം എന്താ? ഓരോ തവണയും ഓരോ സംഭവം വരുന്നത് 700 രൂപ ഡിഡക്ഷൻ വരികയാണ്. ഓരോ തവണ 700 രൂപ ഡിഡക്ഷൻ വന്നാൽ ഈ നടന്നിരിക്കുന്ന ആൾക്ക് എന്താണ് അവസാനം കിട്ടുക? നമ്മുടെ മലബാർ ഭാഷയെ പ്രസാദ് പല ബിസ്ക്കറ്റ്, പിന്നെ അനിൽനമ്പ്യാർക്ക് അറിയാം പല ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞത്. ഒരു പല ബിസ്ക്കറ്റോ കുറുക്കൻ്റെ അടിയോ പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധ്യമാവോ? ജീവിതത്തിൽ വേദന എന്താണെന്ന് അറിയണോ? അതും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ജീവിതത്തിൽ ഒരു വേദനയും എന്നെ ഇതുവരെ അലട്ടിയിട്ടില്ല, നാളെ ഒരു വേദന എന്നെ അലട്ടുകയുമില്ല. ഇതൊന്നും ഷാജി വെറുതെ പറയുന്നില്ല. പ്രിന്റ് മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തയാണിതല്ലോ, ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. ജീവിതത്തിൽ ഒരു വേദനയും എന്നെ ഇന്നുവരെ അലട്ടിയിട്ടില്ല, നാളെ ഒരു വേദന എന്നെ അലട്ടുകയുമില്ല. എങ്ങനെയാണോ ഇയാൾ ഇടതുപക്ഷക്കാരനാവുന്നത്? അതിന്റെ ഭൂതബാധ കൂടിയിട്ടാണ് ഈ CITU-വിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ പറഞ്ഞത് അല്ലെ? സാംക്രമികത. ഇയാൾ എന്താ വിളിക്കേണ്ടത്? ഇയാളെ പോലത്തെ കഴപ്പണം കെട്ടിരിക്കുന്ന ഒരു കീടജന്മം ഈ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് വരെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരാൾ പേര് പറഞ്ഞ ഇതൊന്നും ഒരിക്കലും വെറുതെ പറയുന്നതല്ല, വൈകാരികമായി പറയുന്നതല്ല, വസ്തുത വെച്ച് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയല്ല വേണ്ടത്, മറിച്ച് എന്ത് വേണം? ഞാൻ തിരിച്ച് ഈ CITU സഖാവിനോട് ചോദിക്കട്ടെ. നമ്മൾ വാസ്തവത്തിൽ ഈ ആശാ വർക്കർമാർ സമരം നടത്തുമ്പോൾ നാം കൊടുക്കേണ്ട പ്രയോറിറ്റി എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അതിന് ബേസിക് ആയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രയോറിറ്റി ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഈ പറയുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവരെ തൊഴിലാളിയാക്കി ഉയർത്താനുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന അടിരേഖയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കഴിഞ്ഞ ബജറ്റിനകത്ത് പോലും നിങ്ങൾ ചെലവഴിച്ച തുക എവിടെയാണ്? ഒറ്റ സാധനത്തിലാണ് നിങ്ങളോട് പറയാ. എന്റെ ജില്ല കണ്ണൂർ ജില്ല. ഈ കണ്ണൂർ ജില്ലയിൽ ജന്മത്തിൽ ഒരിക്കലും വരാതിരിക്കുന്ന ഒരുപാട് ബോട്ട് ജെട്ടികൾ ഉണ്ടാക്കിയിട്ട് കണ്ണൂർ ജില്ലയിൽ ജന്മത്തിന് വരില്ല, ഉറപ്പ്, കട്ടായം വരില്ല. കാരണം പുഴയെല്ലാം കുറെ കഴിയുമ്പോൾ വന്നാൽ തന്നെ അത് അവിടെ അസ്ഥിവഞ്ചരമായി നിൽക്കുകയുള്ളൂ. ഇവിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ചെലവഴിച്ച 127 കോടി രൂപയാണ്. 127 കോടി രൂപ. ഈ ആശാ വർക്കർമാരുടെ കുടിശ്ശിക മാത്രമല്ല, അവർക്ക് മാന്യമായിരിക്കുന്ന പിന്നെ ഒരു ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഈ തുക മതിയായിരുന്നില്ലേ? ശ്രീ പാണ്ഡ്യാല ഷാജി, PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും സാലറി വർദ്ധിപ്പിച്ചത് കണ്ടില്ലേ താങ്കൾ? അതെ, ഇതെല്ലാം വരുന്നു. 100 കോടി രൂപ ഇവിടത്തേക്ക് മാറ്റി വെക്കുകയാണ്. കാറ് വാങ്ങാൻ മാറ്റി വെക്കാൻ ചുടൂലു ഇങ്ങനെ തിരക്കിലിടകില് 100 കോടി രൂപ. അതെന്താന്ന് പറഞ്ഞില്ല. കാരണം ഇയാൾക്ക് പിന്നെ അടുത്ത തവണ ഈ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് വേണമെന്നറിയോ? വലിയ തോതിലുണ്ടായിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക് സൗകര്യമുള്ള കാരവൻ ഇയാൾക്ക് ആവശ്യമുണ്ട്. ADGP അജിത് കുമാർ ഏതാണ്ട് പിന്നെ ഈ കുഴപ്പം ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾ എഴുതി പഠിച്ചിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് പറഞ്ഞാണ്, അദ്ദേഹത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഇനി കാരവൻ വേണം, അദ്ദേഹത്തിന് കുറച്ച് പിന്നെ പരിചാരകന്മാരുടെ ആവശ്യവും വരും. ഈ പറയുന്ന ആരുടെ കാശ് ഇങ്ങനെ വരുന്ന ജനാധിപത്യപരമായിരിക്കുന്ന ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാതെ ഈ സമരം മോശമാണ്, ഈ സമരം മ്ലേച്ഛമാണെന്ന് പറയാൻ ആരാണ് ഇയാൾക്ക് അവകാശം കൊടുത്തത്? ഏത് നിലപാടിനെ കൊണ്ടാണ് ഇത് പറയുന്നത്? ഇവിടെയാണ് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതൊരു മാർക്സിസ്റ്റ് ആ പദപ്രയോഗമല്ല ഞാൻ പറയുന്നത്, ആ പദപ്രയോഗമല്ല അത്. പക്ഷേ ഒരു തൊഴിൽ ചെയ്യുന്നവന് കിട്ടേണ്ടിയിരിക്കുന്ന മാന്യതയുണ്ട്. ആ മാന്യതയുള്ളവനെ ഇങ്ങനെ പുച്ഛിക്കാൻ, എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ആദ്യം വേണ്ടത് എന്താ അറിയോ? സ്വന്തം ചോര എന്താണെന്ന് തിരിച്ചറിയണം.
സമരം ചെയ്യുന്നവന്റെ ചോരയും എന്റെ ചോരയും തമ്മിൽ വ്യത്യസ്തമാ എവിടെയാണുള്ളത് എന്ന് പറയണം. പറയോ ഈ കാര്യം പറയോ അതല്ലെങ്കിൽ ആര് പറയണം? ഈ പ്രസംഗിച്ചിരിക്കുന്ന അർഷനോ അയാൾ പറയണം എവിടെയാണ്? തെമ്മാടുത്ത് പിടിച്ചു പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ പിന്നെ നമ്മുടെ അത് കുറെ ബാലഭവങ്ങൾ ഉന്നയിക്കുകയാണോ? ഇത്തരം ബാലഭവങ്ങൾ ഉന്നയിക്കാതെ പറഞ്ഞാൽ ഇതെല്ലാം കേൾക്കുന്ന പൊതുജനങ്ങളുണ്ട്. ഇത് സ്റ്റുഡിയോ റൂമിന്റെ അകത്ത് മാത്രമുള്ള സംഭവമല്ലല്ലോ. ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നതാണ് ഈ സംഭവം. നിങ്ങൾ വന്ന് ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്നേരം നിങ്ങൾക്ക് യു ആർ ബൗണ്ട് ടു ഡു ഇറ്റ്. അത് ഓക്കെ, എനിക്ക് പരാതിയില്ല. പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വാസ്തവത്തിൽ എന്തായി തീരുകയാണ്? ഒരു പൗരസമൂഹത്തിന്റെ പൊതുബോധത്തെ കടന്നാക്രമിക്കുന്ന സംഭവമാണത്. ആ കടന്നാക്രമിക്കുന്ന സംഭവത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഒന്നുകിൽ അവനവൻ മനസ്സിനോട് പറയണം. ഞാൻ നിവൃത്തിയോട് കൊണ്ടുവന്ന് ഇതിനകത്ത് പറയുന്നതാണെന്ന് ഈ ചർച്ച കഴിഞ്ഞ ശേഷം ഒന്നുകിൽ പാർട്ടി ഓഫീസിൽ പോയിട്ടെങ്കിൽ പറ. നിങ്ങൾ പാർട്ടി ഓഫീസിൽ പോയിട്ടെങ്കിൽ പറ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ആശാപരപ്പന്റെ സമരം ഉണ്ടല്ലോ, ആ സമരം വാസറിയ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സമരമാണത്. ഈ സമരം ജീവിക്കാൻ ആവശ്യമായ സമരമാണത്. അത് മാത്രമല്ല, മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയാണോ ചോദിക്കുന്നത്? ഒരൊന്നുമല്ല. മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിന് ചോദിക്കുന്നവർ അവരെ പല കീടമെന്ന് വിളിക്കാൻ, ആക്ഷേപിക്കാൻ ആരാണോ ഇയാൾക്ക് അവകാശം കൊടുത്തത്? ആരെയാണ് അവകാശം കൊടുത്തത്? ശരിക്കത്ത് വേണം പറയും. ഇയാളുടെ പേരിൽ കോടതി നിയമ സംവിധാനം ഉണ്ടെങ്കിൽ അയാളുടെ പേര് കേസ് എടുക്കട്ടെയാണ് അയാൾക്കെതിരായിട്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞ് വേറൊരു പൊതുപ്രവർത്തകരുടെ ഒരാൾ ആക്ഷേപിക്കലോ? അതിന് ഈ CITUവിന്റെ നേതാവ് അവർ അത്ര വലിയ ആളാണോ എന്നാ? അത് നിങ്ങളാണോ തീരുമാനിക്കട്ടെ? വലുതാണെന്ന് പറയുന്നത് ആരാ? നിങ്ങളുടെ വലുത് ആരാ? ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ? പറയുന്നതിൽ കാര്യമില്ലേ ഹരിദാസ്? മുഖ്യമന്ത്രിയാണോ? പറയുന്നത് കാര്യമില്ലേ? അദ്ദേഹം പറയുന്നല്ലേ ഇവരെ കീടെന്ന് വിളിക്കാൻ ആരാണ് ഹർഷകുമാർ? ഈ വഴികളെല്ലാം ഞാൻ നേരത്തെ ചർച്ച കേട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ ഗിർവാണമൊന്നും കേട്ടില്ലായിരുന്നു. മാന്യമായിട്ട് സംസാരിക്കാൻ പറയണം, ഇല്ലെങ്കിൽ മാന്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കും. അദ്ദേഹം അമാന്യമായിട്ട് ഒരു ക്യാമറയുടെ മുന്നേ കിടന്ന് വെള്ളം പറ്റിയിരുന്ന കാര്യമില്ല. അമാന്യ അങ്ങനെ ഒരു ചാനൽ ചർച്ച എനിക്കും അങ്ങോട്ട് സംസാരിക്കാം. പക്ഷെ അങ്ങയുടെ മാന്യ ഞാൻ ഉപയോഗിക്കുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഷാജിയോട് പറയുന്നു മാന്യമായി സംസാരിക്കണമെന്ന്. ഹർഷകുമാർ കീടമെന്ന് പ്രയോഗിച്ചത് ആ പദപ്രയോഗം നടത്തിയത് മാന്യാണോ? ഹരിദാസ് ചോദ്യത്തിന് മറുപടി തരൂ. സാമാന്യ ബുദ്ധി എന്നുള്ള സാധനം ഉണ്ടായിരിക്കണം. വർത്താനം നല്ലപോലെ വർത്താനം പറ, നല്ല മാന്യമായിട്ട് വർത്താനം പറ. നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരും മോശപ്പെടുന്ന രൂപത്തിൽ ഓരോരുത്തരെ സംഭാവന ചെയ്യുന്നതിന് മര്യാദ വേണം. നിങ്ങൾ ഈ രൂപത്തിൽ ഇങ്ങനെ ഗീർവാണ വർത്താനമൊന്നും അല്ല ശരി. അങ്ങനെ ഈ രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക നേരിടുന്ന പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ച് അങ്ങനെ അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ പ്രശ്നം അവിടെ നിൽക്കുന്ന തൊഴിലാളികളുടെ ഒരു പ്രസ്ഥാനത്തെ മറുപടി പറയേണ്ടത്.